ഞങ്ങൾക്കൊന്ന് മുക്കി തിന്നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാഷിൻഡക്കി. അപ്പോൾ ഇന്നും നമ്മൾ വ്യത്യാസമില്ലാതെ ഒരു കുക്കിംഗ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുത്തതിന് ശേഷം മയോണൈസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ദോശയാണ്. അപ്പോൾ നമ്മൾ 1/2 കിലോ തക്കാളി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തക്കാളി ദോശ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരുടെ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കൂടാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇവിടെ 1/2 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ കഴുകിയെടുക്കുക. അപ്പോൾ ഇവിടെ 1/2 കിലോ തക്കാളി ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് തക്കാളി ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. തക്കാളി അരിഞ്ഞെടുക്കാം. ഈ ഭാഗം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതിൻ്റെതും അപ്പോൾ ഇത് അവസാനത്തെ തക്കാളിയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുപ്പ് ഇത് അവിടെ കത്തിയിട്ടുണ്ട്. ഞാൻ ഇത് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം പരത്തി കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ഭാഗ സവോള, പിന്നെ ഒരു ചെറിയ പൊട്ട് പട്ട, പിന്നെ 2 ഗ്രാമ്പു, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് വെക്കാം. അപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. എനിക്ക് കറുവപ്പട്ട ആവശ്യമില്ല. നമുക്കിനി ഈ 1 ഗ്രാമ്പും കളഞ്ഞെടുക്കാം. നമുക്കിനി ഇത് വാങ്ങിക്കാം. ഇനി നമുക്ക് ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഇതിൽ വല്ല കുരുവോ അല്ലെങ്കിൽ വല്ല പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അംശം കളയാൻ വേണ്ടിയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്താ പറയാന്ന് വെച്ചാൽ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ മിക്സിയിലിട്ട് അരക്കരുത്. അതൊന്ന് തണുപ്പ് ആറാൻ വേണ്ടി ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. നമ്മളൊരിക്കലും ചായ അരിക്കുന്ന അരിപ്പയിൽ ഇത് അരിച്ചെടുക്കാൻ പാടില്ല. നമ്മൾ ജ്യൂസ് അരിക്കുന്ന അരിപ്പയിൽ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ നമ്മൾ അരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ബാക്കി വരുന്ന ഈ വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ കുറച്ച് ലൂസ് ടൈപ്പാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ചൂടാക്കണം. എന്നിട്ട് ഇത് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് അടിപൊളി സോസ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം.
അപ്പോൾ അതാ ചെറുതായിട്ടൊക്കെ ഒന്ന് തിക്കായി വരുന്നുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ല വെണ്ണ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് സുർക്ക ഒഴിച്ച് കൊടുക്കുക, അടുത്ത സ്പൂൺ. ഇനി ഇത് നമ്മൾ കൈ എടുക്കാതെ നല്ല വെണ്ണ ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടോ അടിപൊളിയായിട്ട് തന്നെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തണുപ്പ് നാറാൻ വെക്കണം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു തട്ടിലോട്ട് മാറ്റാം. ഇതിന് നേരെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചൂടറിയ ടൊമാറ്റോ സോസ് നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മളെ 25 രൂപ മുടക്കിയിട്ടാണ് നമ്മൾ ഇത്രയും തക്കാളി ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 40 രൂപക്ക് വന്ന കുപ്പിയിലുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ ഓക്കപ്പൊരി എടുത്തുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ഞാൻ ഓക്കപ്പൊരി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒന്ന് മുക്കി തിന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റ് തന്നെ. നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി വാങ്ങുന്ന അതേ തക്കാളി ദോശൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഉണ്ടാക്കിയ തക്കാളി ദോശ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കടയിൽ നിന്ന് അങ്ങനെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി പോലത്തെ അടിപൊളി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ പുത്തൻ വീഡിയോ ആയിട്ട് വരാമെന്ന് ഹാഷിം.